നമസ്കാരം. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ശൗര്യവും സിനിമാ സ്റ്റൈൽ ഡയലോഗും ഒക്കെ കഴിഞ്ഞു. ഒരല്പം വെളിവ് വീണപ്പോൾ മോദിയുടെ കാലു പിടിച്ചിരിക്കുകയാണ്, അതും അതീവ രഹസ്യമായി. BJP ആദ്യമായി കേരളത്തിൽ കോർപ്പറേഷൻ പിടിച്ചതോടെ തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ മുറുമുറുപ്പ് ഒടുവിൽ മേയർ VV രാജേഷിനെ ഒന്ന് മാന്തി തീർക്കാമെന്ന് കരുതി. എന്നാൽ മോദി തന്നെ കടിച്ചു കുടഞ്ഞു തൂക്കി പുറത്തിട്ടതോടെ പിണറായിയുടെ വാലാട്ടികൾ അടങ്ങി. കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകാൻ തയ്യാറായിരുന്ന ഈ ബസ്സുകൾ ആദ്യം വാങ്ങേണ്ടതില്ല എന്ന നിലപാടെടുത്ത ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ അതേ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിക്കുകയും PM e-സേവാ പദ്ധതിയിൽ ചേരാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഈ പെട്ടെന്നുള്ള യു-ടേൺ കേരളത്തിന്റെ ഗതാഗത നയത്തിലെ ആശയക്കുഴപ്പവും ദിശാബോധമില്ലായ്മയും തുറന്നുകാട്ടുകയാണ്. അതിലുപരി ഈ സംഭവ വികാസങ്ങൾ ഒരു കാര്യം വ്യക്തമായി തെളിയിക്കുന്നു: രാഷ്ട്രീയ ദൃഢതയിലും ഭരണപരമായ കാഴ്ചപ്പാടിലും VV രാജേഷിനെ പോലുള്ള നേതാക്കളുടെ BJP-യുടെയും നിലപാടുകളുടെയും മുന്നിൽ ഗണേഷ് കുമാർ പരാജയപ്പെട്ടു എന്ന സത്യം. PM e-സേവാ പദ്ധതി പ്രകാരം കേരളം നൽകാമെന്നറിയിച്ച 950 ഇലക്ട്രിക് ബസ്സുകൾ ആദ്യം വേണ്ടെന്ന് വെച്ചിരുന്നു. PM ശ്രീ പോലെ PM e-സേവാ പദ്ധതിയിൽ ഒപ്പിട്ടാൽ LDF-ൽ പ്രശ്നമാകുമെന്നതിനാലാണ് ഗതാഗത വകുപ്പ് ഇതിൽ നിന്ന് വിട്ടുനിന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ പരിപാലന ചെലവ് കൂടുതലാണെന്നും ബാറ്ററിക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കിയാണ് പദ്ധതിയിൽ അന്ന് ചേരാതിരുന്നത്. ഓരോ ശബരിമല സീസണിലും 700 മുതൽ 1000 ബസ്സുകൾ വരെ KSRTC വാങ്ങാറുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ബസ്സുകൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ വാങ്ങിയില്ല. ബസ്സുകൾ വാങ്ങാൻ ഖജനാവിൽ പണമില്ലാത്തതിനാൽ വായു മലിനീകരണത്തിന്റെ പേരിലാണ് ഇപ്പോൾ PM e-സേവാ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള നീക്കം. ഡീസൽ ബസ്സുകൾ കൂടുതൽ ഓടിക്കുന്നത് ഡൽഹിയിലേതുപോലെ വായു മലിനീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഈ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിക്കണമെന്നും ഗതാഗത വകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീ പോലെ ഈ ബസ്സുകൾ വാങ്ങുന്നത് മുന്നണിയിൽ വിവാദമുണ്ടാകാൻ സാധ്യതയില്ല എന്നും ഗതാഗത മന്ത്രി വിലയിരുത്തുന്നു. കൂടാതെ ഡീസൽ ഇനത്തിൽ കോടിക്കണക്കിന് രൂപ ലാഭിക്കാം. കരാറിൽ ഒപ്പുവെച്ചാൽ 2 മാസത്തിനകം ബസ്സുകൾ എത്തും. ബസ് സൗജന്യമായാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നതാണ് ഇതിനകത്ത് ശ്രദ്ധേയമായ കാര്യം. ചെറിയ ബസ്സുകൾക്ക് 2 കോടി രൂപ വരെയും വലിയ ബസ്സുകൾക്ക് 4 കോടി രൂപ വരെയും വില വരും. ആദ്യം സൗജന്യ ബസ്സുകൾ വേണ്ട എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പരിസ്ഥിതി സൗഹൃദവും ഇന്ധന ചെലവ് കുറയ്ക്കുന്നതുമായ ഈ ബസ്സുകൾ കേന്ദ്രം നൽകുമ്പോൾ സംസ്ഥാനത്തിന് ബാധ്യത കുറയ്ക്കാനും പൊതുഗതാഗതം മെച്ചപ്പെടുത്താനും ഇതൊരു സുവർണാവസരമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ വിരോധവും കേന്ദ്രത്തോടുള്ള വൈരാഗ്യവും കാരണം ആ അവസരം നിഷേധിക്കപ്പെട്ടു. അതിന്റെ ഫലമായി കേരളം നഷ്ടപ്പെടുത്തിയത് പണം മാത്രമല്ല, നവീകരണത്തിന്റെ വേഗവും വിശ്വാസ്യതയും കൂടിയാണ്. ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ച അതേ മാതൃകകൾ തന്നെ അംഗീകരിച്ച് വാങ്ങാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട്? യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വന്നപ്പോഴാണോ മന്ത്രിയുടെ നിലപാട് മാറിയത്? അല്ലെങ്കിൽ പൊതുജന സമ്മർദ്ദവും വിദഗ്ധ അഭിപ്രായങ്ങളും അവഗണിക്കാനാകാതെ വന്നതാണോ? കാരണം എന്തായാലും ആദ്യ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഇത് പരോക്ഷമായി സമ്മതിക്കുന്നതാണ്. ഭരണ നയങ്ങളിൽ സ്ഥിരത ഇല്ലെങ്കിൽ തിരക്കേറിയ ബസ്സുകളിലും ഉയർന്ന ടിക്കറ്റ് ചിലവിലും ശ്വാസം മുട്ടുന്ന നഗരങ്ങളിലും അതിന്റെ വില നൽകുന്നത് സാധാരണ ജനങ്ങളാണ്. ഇവിടെയാണ് VV രാജേഷ് ഉയർത്തിയ ശബ്ദത്തിന്റെ പ്രസക്തി. തുടക്കം മുതൽ തന്നെ കേന്ദ്ര പദ്ധതികളെ രാഷ്ട്രീയ കണ്ണോടെ കാണരുതെന്നും ജനഹിതം മുൻനിർത്തി തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഈ ബസ്സുകൾ സൗജന്യമായി ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്നത് ഭരണപരമായ അപക്വതയാണെന്ന വാദം അദ്ദേഹം നിരന്തരം ഉന്നയിച്ചു. ഇന്ന് ഗണേഷ് കുമാർ അതേ വഴിയിൽ തിരിയുമ്പോൾ രാജേഷ് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയുകയാണ്. BJP-യുടെ നിലപാടും ഇതേ ദിശയിലായിരുന്നു. കേന്ദ്രം സംസ്ഥാനം എന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ കുടുങ്ങാതെ വികസനം ഏത് വഴിയിലൂടെ വന്നാലും സ്വീകരിക്കണം എന്നതാണ് പാർട്ടിയുടെ സ്ഥിരമായ വാദം. PM e-സേവാ പോലുള്ള പദ്ധതികൾ നഗരഗതാഗതത്തെ ഡിജിറ്റലായും കാര്യക്ഷമമായും മാറ്റാൻ സഹായിക്കുന്നവയാണ്. ടിക്കറ്റ് സംവിധാനം മുതൽ സർവീസ് മാനേജ്മെന്റ് വരെ സുതാര്യത കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികളെ എതിർക്കുന്നത് പുരോഗതിയെ എതിർക്കുന്നതിന് തുല്യമാണ്. ആദ്യം അത് നിഷേധിക്കുകയും പിന്നീട് അതേ പദ്ധതിയിൽ ചേരാൻ തയ്യാറാവുകയും ചെയ്യുന്നത് നയപരമായ കുഴപ്പത്തിന്റെ തെളിവാണ്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ VV രാജേഷും BJPയും ഉയർത്തിയ വിമർശനങ്ങൾ രാഷ്ട്രീയ ആക്രമണമല്ലായിരുന്നു, അത് ഭരണപരമായ മുന്നറിയിപ്പായിരുന്നു എന്നത് വ്യക്തമാണ്. കേന്ദ്ര സഹായങ്ങൾ സ്വീകരിക്കുന്നതിൽ വൈരാഗ്യം മാറ്റിവെച്ച് സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തിയിരുന്നെങ്കിൽ കേരളം ഒരുപടി മുന്നിലായേനെ. പൊതുജനങ്ങൾക്ക് വേണ്ടത് വാഗ്ദാനമല്ല, ഫലപ്രദമായ സേവനങ്ങളാണ്. ശുദ്ധവായുവും കാര്യക്ഷമമായ ബസ്സുകളും സമയബന്ധിതമായ സർവീസുകളും. അത് സാധ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സഹകരണം അനിവാര്യമാണ്. അത് മനസ്സിലാക്കുന്നതിൽ ഗണേഷ് കുമാർ വൈകി. എന്നാൽ അതേസമയം ആ സത്യം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞത് രാജേഷും BJPയുമായിരുന്നു. തെറ്റായ തീരുമാനങ്ങൾ തിരുത്തുന്നത് നല്ലതാണ്, പക്ഷേ അതിനു മുൻപ് നഷ്ടമായ സമയം അതിന് തിരികെ കിട്ടില്ല.
ഗണേഷ് കുമാറിന്റെ യു ടേൺ ഒരു ഭരണ പരാജയത്തിന്റെ സമ്മതപത്രമാണ്. അതേസമയം ദീർഘദർശനവും സ്ഥിരതയുമുള്ള നേതൃത്വത്തിന്റെ ആവശ്യകതയും ഇത് ഓർമ്മിപ്പിക്കുന്നു. അതെന്ന് വി രാജേഷും BJPയും പ്രതിനിധീകരിക്കുന്ന നിലപാടുകളിലാണ് കൂടുതൽ വ്യക്തമായി കാണുന്നതെന്നത് ഉറപ്പിച്ചു പറയേണ്ടി വരും.